പ്രിയ കലാസ്നേഹികളെ, വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. ഒട്ടും കറയില്ലാത്ത രസകരമായ ഹാസ്യത്തിലൂടെ നമ്മളെ എല്ലാവരെയും ഒരുപോലെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്ത ദ എവർഗ്രീൻ മാന്നാർ മത്തായും കൂട്ടരും, ഒപ്പം പുതുതലമുറയുടെ രോമാഞ്ചവും കേരള ഒട്ടാകെ നെഞ്ചോട് ചേർത്ത് പിടിച്ച രംഗണ്ണനും കൂട്ടരും മുഖാമുഖം ഏറ്റുമുട്ടുന്ന രസകരമായ ആവിഷ്കാരം ഇതാ നിങ്ങൾക്ക് മുമ്പിൽ. ഉർവശി തിയേറ്റേഴ്സ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സിനിമാറ്റിക് ഡ്രാമാറ്റിക് കോമഡി സ്കിറ്റ് മാന്നാർ മത്തായി സ്പീക്കിംഗ്. ഈ സ്കിറ്റിലെ കഥാപാത്രങ്ങളെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന കഥാപാത്രന്മാർ: ഗോപാലകൃഷ്ണൻ, ജോസ് തോമസ്, മോളൂസ് ആൻഡ് മെനൂസ്, ലിറിൽ ആൻഡ് ലിസ, മിഥുൻ സരോജ് കുമാർ, ഫ്രാൻസിസ് ആംബ്രോസ്, അഞ്ചടിപ്പാലം ചന്ദ്രൻ നൈജൽ, ദർശന ജോബിറ്റ്, രംഗണ്ണൻ മനോജ്, അമ്പാൻ സെവിൻ കാവാലം, സഹോദരൻ ബിനു ആന്റണി, പോലീസ് ഷിനു, ഗുണ്ടകൾ നോബിൾ ആൻഡ് റോണി. മോനെ, ഇനി ശ്രേതിലേക്ക് ശ്രദ്ധിക്കേ. എന്റെ മത്തായി ചേട്ടാ, നിങ്ങൾ ഈ ട്രൂപ്പ് നടത്തിക്കൊണ്ടിരുന്നപ്പം ഇത് ഇത്രയും കുഴപ്പം പിടിച്ച പരിപാടിയാണെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. ഇപ്പൊ ഞാൻ ഈ ട്രൂപ്പ് ഏറ്റെടുത്ത് നടത്തിയപ്പോഴാ കൂടെ ഉള്ളവന്മാരൊക്കെ ലോക തരികടകളാണെന്ന് മനസ്സിലായത്. ഇപ്പൊ മത്തായി ചേട്ടൻ മനസ്സിൽ വിചാരിക്കുന്ന എന്താണെന്ന് എനിക്ക് പിടികിട്ടി. അതിലും വലിയ തരികിടയാ നീ എന്നല്ലേ? ഈ പുറകെ കിടന്ന് കോപ്രായം കാണിച്ചാലുണ്ടല്ലോ. അയ്യോ ചേട്ടാ, ഞങ്ങള് റീൽ ചെയ്തതാ. റീൽ ചെയ്യാൻ നിനക്കൊക്കെ സമയമുണ്ട്, റിഹേഴ്സൽ ചെയ്യാൻ മാത്രം സമയമില്ല. ആ ഐസക് എന്തിയെ? ഐസക് ഫ്രീസറിൽ കാണണ. ഐസ് അല്ല, ലൈറ്റ് അടിക്കുന്ന ഐസക് എന്തിയെന്ന്. ആ പുള്ളി അപ്പുറത്തുനിന്ന് പൈൻ അടിക്കുന്നുണ്ട്. ഓ, അവന്റെ ഒരു ഒടുക്കത്തെ പൈൻ്റടി. കഴിഞ്ഞ നാടകത്തിനായി നിന്നാ ഇങ്ങനെ നിന്ന് വരം കൊടുക്കുന്ന സമയത്ത് എന്റെ പുറത്തൊരു സ്പോട്ട് ലൈറ്റ് അടിക്കേണ്ടതിന് പകരം അവൻ 4 സ്ഥലത്ത് സ്പോട്ട് ലൈറ്റ് അടിച്ചു. ഓരോ സ്ഥലത്തും ഇങ്ങനെ 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 ചെന്നപ്പോഴത്തേക്ക് ഞാൻ ക്ഷീണിച്ചു പോയി. അവസാനം അവൻ നിൽക്കുന്ന സ്പോട്ടിൽ പോയി ഒരെണ്ണം കൊടുത്തപ്പോഴാണ് അവന്റെ കെട്ടിറങ്ങി എല്ലാം ക്ലിയർ ആയത്. അതുപോട്ടെ, നമ്മുടെ തബല ഹുസൈൻ വന്നോ? ദേ പുള്ളിക്കാരൻ അവിടെ ഇരുന്ന് തബല ട്യൂൺ ചെയ്യുന്നുണ്ട്. അവന്റെ ട്യൂണിങ് കാരണം ഇപ്പൊ 4 പെണ്ണുങ്ങൾക്കാ അവൻ ചെലവിന് കൊടുക്കുന്നത്. അല്ലേട്ടാ, കഴിഞ്ഞ ആഴ്ച നമ്മള് കൊടുങ്ങൽ ഒരു നാടകം കളിക്കാൻ പോയില്ലേ? അവിടുത്തെ ഗ്രീൻ റൂമിൽ നിലത്തിരുന്നേ ഇങ്ങനെ നിരങ്ങുന്നുണ്ടായിരുന്നല്ലോ. അതെന്ത് പറ്റിട്ടാ? നിരങ്ങിയൊന്നുമല്ല, ബാത്റൂമിൽ പോകാൻ വെള്ളം ചോദിച്ചപ്പം ചേന കഴുകിയ വെള്ളമാ ആ പുല്ലന്മാര് തന്നത്. അവസാനം മൂട്ടിലെ 1 ഏക്കർ തൊലി പോയി. പിന്നെ ആ ചൊറിച്ചിൽ നിന്നത്. ഓ, അത് ചുമ്മാ. വിശ്വാസമായില്ലെങ്കിൽ തൊണ്ടി സാധനം കാണിച്ചു തരാം, വേണോ? ദേണ തോന്നിയാസം പറയരുത് കേട്ടാ. നമ്മള് പറയുമ്പോഴേ കുഴപ്പമുള്ളൂ. ആ സീരിയല് നടനായിരുന്നെങ്കിൽ നീയൊക്കെ കുറുകി നിന്നേനെ. ഞാൻ എല്ലാം കാണുന്നുണ്ട്. ആ പുള്ളിയെ കാണാൻ വേണ്ടിട്ടാ ഞങ്ങൾ ഇവിടെ നിക്കുന്ന തന്നെ. പെണ്ണേ എൻ പെണ്ണേ, നിൻ ചുണ്ടിൽ സ്നേഹത്തേനുണ്ടോ പെണ്ണേ? ഓഹോ കണ്ണേ എൻ കണ്ണേ, നിൻ കണ്ണിൽ നീലനിലാവുണ്ടോ കണ്ണേ? ഓ, വന്നല്ലോ സീരിയൽ രംഗത്തെ അഭിനയ വിസ്ഫോടകൻ. ഒരു മിനിറ്റ്. ഹായ്, ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം മിഥുൻ ചന്ദ്കുമാർ. ഞാനും വരുന്നു നിങ്ങളുടെ നാട്ടിലേക്ക്. ഇവിടുത്തെ ശല്യം പോരാഞ്ഞിട്ടാണോ? ഈ വരുന്ന കന്നിമാസം 1-ാം തീയതി കൊണച്ചപ്പള്ളിയിൽ KT ശാന്തലിംഗത്തിന്റെ മകനും ബിവറേജിൽ വെച്ച് പരിചയപ്പെട്ട കൂട്ടുകാരനായ ശ്രീവത്സന്റെ കോഴിക്കടയ്ക്ക് എന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ആദ്യമായിട്ടാ ഒരു കോഴി തന്നെ കോഴിക്കടയ്ക്ക് ആശംസ പറയുന്നത്. ഓ, ധാരായി പറയണേ. ആ മുഖം ഒന്ന് കാണട്ടെ. ദേ, എന്നെ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. നിങ്ങൾ കേട്ടോ, എനിക്ക് സീരിയല് മാത്രമല്ല, എനിക്ക് കൈ നിറയെ സിനിമകളും ഉണ്ട്. മിഥുനേട്ടാ, എന്താ മോളൂസേ? കഴിഞ്ഞ ആഴ്ച ചേട്ടന്റെ പടം കാണാൻ ഞങ്ങള് പോയിട്ടേ ടിക്കറ്റ് കിട്ടിയില്ലെന്നേ. യു സെഡ് ഇറ്റ് ബേബി. കേട്ടാ, ചെവി തുറന്ന് കേക്ക്. ടിക്കറ്റ് കിട്ടിയില്ലാന്ന്. പറച്ചില് കേട്ടാ തോന്നും ഹൗസ്ഫുൾ ആയതുകൊണ്ടാണ് ടിക്കറ്റ് കിട്ടാത്തതെന്ന്. മിനിമം 10 പേരെങ്കിലും ഉണ്ടെങ്കിലേ ടിക്കറ്റ് തരാൻ പറ്റത്തുള്ളൂ എന്നാ തിയേറ്ററുകാർ പറഞ്ഞത്. എന്തൊക്കെ പറഞ്ഞാലും ഒരു ദിവസം നിങ്ങളൊക്കെ എന്റെ മുന്നിൽ കുനിഞ്ഞു നിൽക്കേണ്ടി വരും.
എന്തിന്? ഡേറ്റിന് വേണ്ടി തലകുനിച്ച് നിൽക്കേണ്ടി വരുന്ന്. അണ്ണാ കഴിഞ്ഞ ദിവസം ഞാനും എന്റെ ലവറും കൂടെ അണ്ണന്റെ പടം കാണാൻ പോയി. ഞങ്ങള് നന്നായി എൻജോയ് ചെയ്തണ്ണ. കണ്ട എന്റെ സിനിമാ പ്രേക്ഷകര് മിക്കവരും ഇതുപോലുള്ള ലവേഴ്സാ. അതുകൊണ്ടല്ല, നിന്റെ സിനിമ കാണാൻ വേറെ ആരും എന്നാ ചെയ്യും. അല്ല മിഥുനെ, നീ ഇപ്പൊ ഏത് സീരിയലിലാണ് അഭിനയിക്കുന്നത്? നിങ്ങളെ തട്ടിക്കൂട്ട് കഥ പോലൊന്നുമല്ല, നല്ല കിടിലം കഥയാ. ഒരു വലിയ വീട്ടിലെ കാരണവർ, പുള്ളിക്ക് ആ വീട്ടിലെ വേലക്കാരിയിൽ ഒരു കൊച്ചുണ്ട്. പക്ഷെ ആ വേലക്കാരിക്ക് കൊച്ചു മുതലാളിയുമായി മറ്റൊരു ബന്ധമുണ്ട്. ഇതൊന്നും അറിയാത്ത അവിടുത്തെ മരുമകൾക്ക് കാർ ഓടിക്കാമെന്ന ഡ്രൈവറുമായി കണക്ഷൻ, ഡ്രൈവർക്ക് കൊച്ചമ്മയുമായി വേറൊരു കണക്ഷൻ. ഇതറിഞ്ഞ വേലക്കാരി പിണങ്ങിപ്പോകുന്നു. അയ്യേ, നിർത്ത്. എന്താ സീരിയലിന്റെ പേര്? കളിവീട് ഉറങ്ങിയല്ലോ. കഴിവില്ല. നിനക്ക് കഴിവില്ലെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അറിയപ്പോടാ. എനിക്ക് കഴിവില്ല എന്നല്ല പറഞ്ഞേ. ഞാൻ അടുത്ത ചെയ്യാൻ പോണ നാടകത്തിന്റെ ഡയറക്ടർക്ക് കഴിവില്ലെന്നാ പറഞ്ഞേ. കഴിവില്ലെങ്കിൽ ഡയറക്ടർ ആണെങ്കിലും മാറ്റിയിരിക്കും. ഈ അഞ്ചടിപ്പാലം ചന്ദ്രൻ. സോ കമോൺ ടെൽ മീ, വേർ ഈസ് അമ്മച്ചി ആൻഡ്രൂസ് ആൻഡ് ഹിസ് പെട്ടി? പെട്ടി മാത്രം മലയാളം, പെട്ടിയുടെ ഇംഗ്ലീഷ് അറിയില്ലായിരിക്കും അല്ലേ? അങ്കിൾ വൈ ഈസ് ഹി ഹിയർ? എന്തിനാണ് ഇവന് ഇവിടെ? കഴിവില്ലാത്ത ഇവനെയൊക്കെ പറഞ്ഞു വിട്ട്. ഞാനല്ലടാ, നീയാണോ ഇവിടുന്ന് ഇറങ്ങിപ്പോണ്ട്? നിങ്ങൾ ഇങ്ങനെ തമ്മി തല്ലാതെ. അതെ, നീ നായികയെ കൊണ്ടുവരാന്ന് പറഞ്ഞാണല്ലോ പോയത്. എന്നിട്ട് എന്തായി? നായികയാണെന്ന് തോന്നുന്നു. ഒട്ടും മാറ്റല്ലാത്ത ഡ്രസ്സ് വിട്ട് ഒരുത്തി അവിടെ കറങ്ങി നടപ്പുണ്ട്. ഓളക്കയിൽ നീരാടി ഓലത്തുമ്പിൽ ചാഞ്ചാടി തട്ടിച്ചിണുങ്ങി ഒത്തിക്കുണുങ്ങി ഇക്കിത്തരക്കാറ്റേവാ. ഓളക്കയ്യിൽ നീരാടി ഓലത്തുമ്പിൽ ചാഞ്ചാടി തട്ടിച്ചിണുങ്ങി മുട്ടിക്കുണുങ്ങി ഇട്ടിത്തരക്കാറ്റേ. എന്താ കുട്ടിയുടെ പേര്? ദർശന. കുട്ടിക്ക് മുടി അഴിച്ചിടുന്ന കേട്ടോ കുറച്ചുകൂടെ ഭംഗി. അയ്യോ, എന്റെ ഫോൺ കാണുന്നില്ല. എവിടെ വെച്ചോ എന്തോ. കുട്ടി, എന്റെ നമ്പറിലേക്ക് ഒന്ന് വിളിക്കൂ. വിളിക്കല്ലേ. നിന്റെ നമ്പർ കിട്ടാനുള്ള അങ്ങനെ നമ്പരാ അത്. വസന്തമേ, ചേട്ടാ, എനിക്കൊരു ഡിമാൻഡ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരുടെയും ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഒരുമിച്ചായിരിക്കണം. അതെ, ഒരേ പോലത്തെ ഭക്ഷണം, ഒരേ മുറിയിൽ താമസം. ആഹാ, അത് ശരി. നീ നിന്റെ കാമുകയും കൊണ്ട് ഹണിമൂൺ ട്രിപ്പിന് വന്നതാണല്ലേ? നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലേ കൊച്ചെ? ഏയ്, എനിക്ക് വേറെ കാമുകനുണ്ട്. ഇവൻ എന്റെ ബെസ്റ്റിയാ. ഓ, ബെസ്റ്റി കേട്ടിട്ടുണ്ട്. അവൾക്കൊരു കാമൂരം ഉണ്ടായിട്ടും നിനക്ക് നാണമില്ലേടാ അവളുടെ പുറകെ ഇങ്ങനെ മണത്ത് നടക്കാൻ? എന്റെ പൊന്ന് ചേട്ടാ, ഒരു ഗോളി ഉണ്ടെന്ന് പറഞ്ഞ് ഗോളടിക്കാതിരിക്കാൻ പറ്റുമോ? ഹേ മിസ്റ്റർ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ലോകം മുഴുവനും ആരാധിക്കുന്ന ബെസ്റ്റി എന്ന പാവനവും പവിത്രവുമായ ആ പേരിനെ നിങ്ങൾ അവഹേളിച്ചാലുണ്ടല്ലോ. പട്ടി. നീ എന്നെ തല്ലിയല്ലടാ കള്ള ബെസ്റ്റി പട്ടി. ഇനി തല്ലും. ബെസ്റ്റ് എന്നത് ഞങ്ങൾക്കൊരു വികാരമാടാ. ആ, നിന്റെ ആ വികാരം എനിക്ക് അറിയാടോ. വഴക്കുണ്ടാക്കരുത് മോളെ, നിനക്കറിയാത്തോണ്ടാ ഇവൻ എന്ത് കിട്ടിയാലും മറച്ചു വെക്കുന്നവനാ. നീ സൂക്ഷിച്ചോ. നിനക്കൊക്കെ കുഞ്ഞു കളിക്കാനല്ല ഞാൻ ഈ ഓഡിറ്റോറിയം വാടകയ്ക്കിട്ടിരിക്കുന്നത്. റിഹേഴ്സൽ ഉണ്ട് ഇന്നു മുതല്. റിഹേഴ്സൽ ഇട്ട് കഴിഞ്ഞാൽ 1-2 പേരിങ്ങനെ വരും. നിനക്കൊന്നും ഒരു പുണ്ണാക്കും അറിയത്തില്ല, ഒരു ഡയലോഗും അറിയത്തില്ല. മര്യാദയ്ക്ക് വന്ന് റിഹേഴ്സൽ ചെയ്യാൻ നോക്ക്. ഐ ഹാവ് എ സജഷൻ. നമുക്ക് ഈ ഗ്രാമങ്ങളിൽ പോയി പരിപാടി അവതരിപ്പിക്കുന്ന നിർത്തി കൂടുതൽ പട്ടണങ്ങളിലാക്കിയാലോ? അതെന്തിനാ? അതെന്താന്നറിയോ? ഗ്രാമങ്ങളിലാകുമ്പോ ഒരുപാട് മരങ്ങളുണ്ടല്ലോ. ആ മരങ്ങൾ ഉള്ളത് കൊണ്ടാണല്ലോ നമ്മളെ കെട്ടിയിട്ട് അടിക്കുന്നേ. പട്ടണങ്ങളാകുമ്പോ മരങ്ങളില്ലല്ലോ കെട്ടിയിട്ട് അടിക്കാൻ. എടാ മണ്ട, പട്ടണത്തിൽ മരം ഇല്ലെന്നേ ഉള്ളൂ. മുക്കിന് മെട്രോന്റെ തൂണുണ്ട്. ചുമ്മാ പറഞ്ഞു പേടിപ്പിക്കാതെ. ഈ ഉർവശി തിയേറ്റേഴ്സ് ഒന്ന് പൊടി തട്ടിയെടുക്കാൻ കാശ് തന്നത് നിസാരക്കാരനല്ല. ഇനിയുള്ള നാടകത്തിന്റെ മുഴുവൻ കാശ് കൊടുത്താലേ പുള്ളിക്കാരനുമായിട്ടുള്ള കണക്ക് ക്ലോസ് ആവത്തുള്ളൂ. കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെ നമ്മളെ നിർത്തി കത്തിക്കും. അത് ശരിയാ. ഇണങ്ങിക്കഴിഞ്ഞ പുള്ളി മാൻപേടയാ. ഇടഞ്ഞ തനി സിംഹമാടാ, സിംഹം. അതാണ് രംഗണ്ണൻ. മോളെ, നിങ്ങളെല്ലാരും ഹാപ്പി അല്ലേ? മാളൂസും മനസ്സേ ഹാപ്പി അല്ലേ? അയ്യോ, ഞങ്ങള് ഭയങ്കര ഹാപ്പിയാ. ഇത് ചോദിച്ചു വാങ്ങിച്ച എൻട്രിയാ. മോനെ പേടിക്കണ്ട,
ഞാൻ അച്ഛനെ വരെ മോനെ വിളിക്കണേ. എല്ലാരും ഹാപ്പി അല്ലേ? രംഗച്ചേട്ടൻ കാണിക്കും പറഞ്ഞാ കാണിക്കും. എന്നാലും അത് എന്തായിരിക്കും പുള്ളി കാണിക്കാന്ന് പറഞ്ഞത്? വാ, ഞാൻ കാണിച്ചു തരാം. നോ. എടാ മോനെ, എന്താണ് നിന്റെ നാടകത്തിന്റെ പേര്? അന്തിക്ക് പൂക്കുന്ന ചമ്മാനം. എന്താണ്? ശ്രദ്ധിച്ച് കേക്കമ്പാണെ. ചന്തിക്ക് തേക്കണ കുമ്മായം. നല്ല പേര്, നല്ല പേര്. അയ്യോ, ചായല്ല, ആ അന്തിക്ക് പൂക്കുന്ന ചമ്മാനം. അണ്ണാ ശലൈ, അതെ അണ്ണനൊരു ആഗ്രഹമുണ്ട്. അങ്ങനത്തെ ഒരു പരിപാടി നടക്കൂല. ഷീസ് മൈൻ. എനക്ക് തന്നെ വിശ്വാസമുള്ള. അല്ലല്ലോ എനക്ക് വേണ്ട. എനിക്ക് അങ്ങനെ ഒരു വീക്ക്നെസ്സും ഇല്ല. അമ്മാനെ ശ്രദ്ധിക്കണ്ടേ ഇതൊക്കെ? ശ്രദ്ധിക്കുന്നുണ്ടണ്ണ. പിന്നെ അണ്ണൻ ഈ നാടകത്തിൽ ചെറിയൊരു വേഷം കൊടുക്കൂ. അമ്പാനെ ചെറുതല്ല. അതെ അതെ അതെ, നായകന് തുല്യമായൊരു വേഷം. അല്ല, അതിന് അണ്ണൻ അഭിനയിക്കാനൊക്കെ അറിയോ? അതറിഞ്ഞിട്ടാണ് ഇവ ആഴ്ച പടം ഇറക്കുന്നത് ചോദിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിലായിരുന്നല്ലോ. ഇവനെ ഞാനൊന്ന് കൊല്ലും. നിങ്ങൾക്കറിയില്ല, അഭിനയത്തിന്റെ കാര്യത്തിലേ അണ്ണൻ വേറെ ലെവലാ. നല്ല സെറ്റപ്പായിട്ട് അഭിനയിക്കും. എന്നാൽ ഈ രംഗണ്ണൻ എങ്ങനെ ഇത്ര സെറ്റപ്പായിട്ട് അഭിനയിക്കാൻ പഠിച്ചത്? അണ്ണൻ പണ്ട് ആക്ടിംഗ് വർക്ക്ഷോപ്പിൽ ഉണ്ടായിരുന്നു. ഞാനറിയാത്ത ആറ്റിംഗ് അല്ലേ ഏത് വർഷാപ്പ്? ആക്ടിംഗിലല്ല, ആക്ടിംഗ്, അഭിനയത്തിന്റെ വർക്ക്ഷോപ്പ്. അങ്ങനെ ആ കാലത്ത് ഒരു നാടകത്തിൽ അണ്ണനൊരു വേഷം കിട്ടി. അണ്ണൻ ആ വേഷം ചെയ്തോണ്ടിരിക്കുമ്പോ സ്റ്റേജിന്റെ സൈഡിൽ നിന്ന് ഒരുത്തൻ കൂവലോട് കൂവൽ. ഉടനെ അണ്ണൻ സ്റ്റേജിന്റെ പുറത്തേക്ക് ചാടി ആൾക്കാരുടെ പുറത്ത് ചവിട്ടി 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 അവനെ കുത്തി 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 ആ ദേഷ്യം കൊണ്ട് തീർത്ത്. പിന്നെ ഒരൊറ്റ എണ്ണം കൂവിയിട്ടില്ല അവിടെ. എന്നാ പിന്നെ അണ്ണനെ നമ്മുടെ കൂടെ കൂട്ടിയാലോ? അപ്പൊ പിന്നെ ഒറ്റ ഒരെണ്ണം കൂവത്തില്ലല്ലോ. ഡേയ്, എല്ലാരും ഇഞ്ഞു വന്നേ. അണ്ണാ, നിങ്ങൾ വരാൻ പാടില്ല. നിങ്ങൾ നായകനാണ്. നമ്മളുമായിട്ട് അത്ര മിങ്കിൾ ചെയ്യാൻ പാടില്ല. അവിടെ നിന്നു. ഓ, നായകന്മാർക്ക് അങ്ങനെയൊക്കെ ഉണ്ടോ? അമ്പാനെ ശ്രദ്ധിക്കണ്ണ. ശ്രദ്ധിക്കണ്ട ശ്രദ്ധിക്കണ്ട. ഞാൻ നായകനല്ലേ? അവർ ചർച്ച ചെയ്യട്ടെ. നമ്മൾ മിങ്കിൾ ചെയ്യണ്ട. മാറി നിൽക്ക്. ഡേയ്, നീ എന്ത് കണ്ടിട്ടാ പുള്ളിയെ നാടകത്തിൽ ചേർക്കാൻ പറയുന്നത്? ഇയാള് സ്റ്റേജിൽ കയറി ഡയലോഗ് പറഞ്ഞ പുള്ളിയുടെ ഭാഷ ആർക്കെങ്കിലും മനസ്സിലാവൂ? നമ്മൾ മുനിയുടെ വേഷം കൊടുക്കാവുന്ന വെച്ചോ. സ്റ്റേജിൽ കയറിയിട്ട് എല്ലാരും മോനെ മോനെ ഹാപ്പി അല്ലേ ഹാപ്പി അല്ലേ എന്ന് പറഞ്ഞ നാടകം പൊളിയത്തില്ലടാ. അയ്യോ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കാശ് കൊടുക്കാനുള്ളത് കൊണ്ട് വെറുപ്പിക്കാനും പറ്റില്ല. നൈസായിട്ട് ഒഴിവാക്കാനുള്ള ഒരു ഐഡിയ എന്റെ കയ്യിലുണ്ട്. നിങ്ങൾ എന്റെ കൂടെ ഒന്ന് നിന്ന് തന്നാ മതി. പുള്ളിയെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കും. നാടകത്തിൽ അഭിനയിക്കണ്ടേ, ഓട്ടെ മോനെ, എല്ലാരും ഹാപ്പി അല്ലേ? അതെങ്ങനെയാന്നൊന്ന് പറയേട്ടാ. തോക്കി കയറി വെടിവെക്കണ്ട, ഞാൻ കാണിച്ചു തരാം. കളിക്കളം, ഇത് കളിക്കളം, പടക്കളം, ഒരു പടക്കളം. ഒരു മോനെ, നിങ്ങളെല്ലാരും ഹാപ്പി അല്ലേ? നിലവിൽ ഹാപ്പിയാ. ഞാൻ പറയുന്ന സ്ക്രിപ്റ്റ് അതേപോലെ അണ്ണനൊന്ന് അഭിനയിച്ചു തന്നാൽ ഭയങ്കര ഹാപ്പിയാവും. രംഗണ്ണ, കഥ തുടങ്ങുന്നത് നായകനും നായികയും സംസാരിക്കുന്നിടത്തുനിന്നാണ്. പിന്നൊരു കാര്യം, ഇത് അധോലോകമല്ല, കലാലോകമാണ്. ഒരു കലാകാരനാണ് ഇപ്പോൾ മുതൽ രംഗണ്ണ. വിനയം, സ്നേഹം, മര്യാദ, പ്രത്യേകിച്ചും സഹനശക്തി എല്ലാം ഉണ്ടെങ്കിലേ ഒരു കലാകാരനാവും. അത് മറക്കരുത്. അതെല്ലാം ഉണ്ട്, അതെല്ലാം ഞാൻ കാണിച്ചിരിക്കും. അപ്പൊ നായകൻ ആ വേഷം എനിക്ക്. എല്ലാരും ഹാപ്പി അല്ലേ? രംഗം ആരംഭിക്കുമ്പോൾ എന്തൊക്കെയോ പറഞ്ഞ് ചിരിച്ച് കളിച്ച് രസിച്ച് പ്രണയിച്ച് കെട്ടുപിണഞ്ഞു നിൽക്കുന്ന നായകനും നായികയും. ഈ സമയം അതുവഴി വരുന്ന നായികയുടെ അച്ഛൻ. അപ്പൊ അച്ഛൻ ഞാൻ തന്റെ പൊന്നോമനയായ മകളെ പ്രേമിച്ചു വശത്താക്കാൻ നോക്കുന്ന നായകനെ കണ്ട് ദേഷ്യത്തിൽ കയ്യിൽ കിട്ടിയ വടിയെടുത്ത് നായകനെ ചന്നം പിന്നം തല്ലുന്ന നായികയുടെ അച്ഛൻ. അണ്ണൻ അവരോട് പറ, ഞാനല്ലല്ലോ തല്ലുന്നത്. തല്ലുന്നവരോട് നിർത്താൻ പറയാ. അണ്ണനെ വെറുതെ തല്ലല്ലേ, നിർത്ത്. വിനയം വിടരുത്. സഹനശക്തി. കലാകാരനാണ് കലാകാരൻ. ശരി ശരി ശരി, ഒരു കാര്യം ചെയ്. ഞാൻ നായകനാവണില്ല, ഞാൻ നായിക. ആ വേഷം എനക്ക്. അണ്ണാ, ഈ ഗെറ്റപ്പിൽ എങ്ങനെ നായിക വേഷം ചെയ്യും? സ്വർണ്ണമൊക്കെ ഉണ്ടല്ലോ, അത് മതി. വേണേ മീശം മേടിച്ച് മുടിയും വളർത്താം. അഭിനയിക്കാനുള്ള അണ്ണന്റെ ആവേശം കണ്ടില്ലേ? പെട്ടെന്ന് കഥ പറഞ്ഞു കൊടുക്ക്. രംഗം ആരംഭിക്കുമ്പോൾ പ്രേമിച്ചു നിൽക്കുന്ന നായകനും നായികയും. ഇത് കണ്ട് അവിടേക്ക് വരുന്ന നായികയുടെ ആങ്ങള. ഓഹോ, വീട്ടിൽ നിന്ന് പഠിക്കാൻ പോണെന്ന് പറഞ്ഞ് നീ വേറൊരുത്തനുമായി കൊഞ്ചിക്കൊഴഞ്ഞോണ്ട് നിൽക്കണം അല്ലേടി? തന്റെ പെങ്ങൾ ഒരുത്തനുമായി പ്രേമിക്കുന്നത് കണ്ട് ദേഷ്യത്തിൽ കയ്യിൽ കിട്ടിയ വടിയെടുത്ത് പെങ്ങളായ നായികയെ ചമ്പറം ചുപ്പറം തല്ലുന്ന ആങ്ങള. വീട്ടിൽ പോയി
ആരടി ഇവൻ? അമ്പാനെ ശ്രദ്ധിക്കും അമ്പാനെ. അമ്പാനെ. ഞാനല്ലല്ലോ അണ്ണനല്ലേ തല്ലുകൊള്ളാണ്ട് ശ്രദ്ധിക്കേണ്ടത്. നായി തള്ളും. നിർത്താൻ. നിർത്താൻ. അമ്പാനെ ഒന്ന് ഓഫ് ചെയ്യാൻ പറ അമ്പാനെ. എടോ തണ്ണനാൻ. വിനയം, മര്യാദ, സ്നേഹം, സകലശക്തി, കലാകാരൻ, കലാകാരൻ. ആ ശരി 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 ശരി. ഇനി നായിക നീ, ആങ്ങള നാ. ആ വേഷം എനക്ക്. അല്ല ഗോപാലകൃഷ്ണപ്പ ഞാനാ. ടാ മോനെ നീ നിക്ക്, നിന്നെ കാണിച്ചു തരാം. അതെങ്ങനെ ശരിയാവും? രംഗച്ചേട്ടൻ കാണിച്ചു തരാന്ന് പറഞ്ഞാ കാണിച്ചു തന്നിരിക്കും. എല്ലാവരും ഹാപ്പി അല്ലേ? കഥ പറ. രംഗം ആരംഭിക്കുമ്പോൾ പിന്നെയും പ്രേമിച്ച് കുറുകി നിൽക്കുന്ന നായകനും നായികയും. ഇത് കണ്ട് പെങ്ങളെ തള്ളാൻ വടിയുമായി വരുന്ന ആങ്ങള. എന്റെ അക്കറക്കല്ല ഇതുവരെ കറക്റ്റാ. എങ്കിൽ ബാക്കി പറടാ, എനക്ക് തള്ളാൻ കൊതിയാന്ന്. നായികയെ തല്ലാൻ വരുന്ന ആങ്ങളയെ കണ്ട് കലിപൂണ്ട് ആങ്ങളയുടെ കയ്യിൽ നിന്നും വടി പിടിച്ചു മേടിച്ച് ആങ്ങളെ പട്ടിയെ തല്ലുന്നത് പോലെ താഴെയിട്ട് തല്ലുന്നു. നിങ്ങൾക്ക് ഒരു ഫ്രീഡം തരാത്ത ആങ്ങള. ഇതാണോ ആങ്ങള? കൊഞ്ചുകളെ സമയം തരില്ല. എനക്ക് നായകനും ആകണ്ട, നായിക ആകണ്ട, ഒന്നും ആകണ്ട. ഞാൻ ഇവിടെ ഇത് കണ്ടോണ്ടിരിക്കുന്ന ഒരു വഴി പോക്കൻ. ആവേശം മതി, ആവേശം ഞാൻ ചെയ്തോട്ടെ. അതണ്ണൻ ചെയ്തോ, കറക്റ്റ് ആയിരിക്കും. ഇവിടെയാണ് നാടകത്തിന്റെ ട്വിസ്റ്റ്. നായികയുടെ പ്രണയമറിഞ്ഞ് നായികയെ പൊതിരെ തല്ലുന്ന അച്ഛനും ആങ്ങളയും. അങ്ങനെ കൈ കൊണ്ടല്ല, വടി കൊണ്ട് തള്ളു. ഇന്ന 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 വടി. തള്ളിക്കോ തള്ളിക്കോ. ഞാൻ വെറും വഴി പോക്കൻ. ഈ സമയം സ്ഥലം SI അവിടേക്ക് വരുന്നു. വാർത്ത വാർത്ത, പോലീസ് വാർത്ത. നാട്ടുകാർക്കും ചിലത് പറയാനുണ്ട്. എന്താടാ ഇവിടെ പ്രശ്നം? സാറേ, ഞാൻ ഒരാളെ സ്നേഹിച്ചതിന്റെ പേരിൽ ഈ അച്ഛനും ഈ ചേട്ടനും കൂടി എന്നെ ഇവിടെ ഇട്ട് പട്ടിയെ തല്ലുന്ന പോലെ തല്ലുവാ സാറേ. ഒരാള് പോലും ഇത് കണ്ടിട്ട് ചോദിക്കാനില്ല, ഒരാള് പോലും ചോദിക്കാനില്ല സാറേ. അപ്പോ ഇവനാരാ? ഞാൻ ഒരു പാവം വഴി പോക്കൻ സാറേ. എനിക്ക് ഇതൊന്നും അറിഞ്ഞൂടാ. ഞാൻ ചുമ്മാ നോക്കിന്നേ ഉള്ളൂ. ആണോ? എടാ, പട്ടാപ്പകലൊരു പെണ്ണിനെ പട്ടിയെ പോലെ തല്ലി ചതയ്ക്കുമ്പോ കയ്യും കെട്ടി നോക്കിന്ന നീയൊക്കെ ഒരു ആണാണോടാ? നിന്നെയാണ് ആദ്യം തല്ലേണ്ടത്. അയ്യോ ഞാൻ പറഞ്ഞില്ലേ വഴി പോക്കൻ. അവൻ വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ട് നിൽക്കണു. നന്നായി വരും, എല്ലാവരും നന്നായി വരും. എനക്ക് ഈ നാടകത്തിൽ അഭിനയിക്കണ്ട. അയ്യോ, അങ്ങനെ പറയല്ലേ അണ്ണാ. പറയൂ. നിന്റെയൊക്കെ നാടകം എനിക്ക് മനസ്സിലായി. എന്റെ കയ്യിൽ നിന്ന് ദുഡു മേടിച്ചിട്ട് എനക്കിട്ട് തള്ളുന്നു. എനക്ക് 5 ലക്ഷം ഇപ്പൊ വേണം. അണ്ണാ, അത് പിന്നെ ഒരു ഇത്തിരി കാശ് കൂടി റെഡിയാവാനുണ്ട്. എത്ര കുറവുണ്ട്? ഒരു 4,98,000. മോനെ വാ. ഇനി ഞാൻ ഒരു കഥ പറയാം. കാശ് കടം മേടിച്ച് നാടകം നടത്തുന്ന കുറെ നാടകക്കാർ ആ കാശ് തിരിച്ചു ചോദിച്ച് വന്നയാളെ മറ്റൊരു നാടകം കളിച്ച് തള്ളുന്നു. ഇത് കണ്ടുപിടിച്ചെന്നാ ഇരുമ്പ് വടിയെടുത്ത് തിരിച്ചു തള്ളുന്നു. കറക്റ്റ് അല്ലേ? അണ്ണ പൊളിക്കണോ? നീയല്ലേ നായിക, നീ വാ. പോലീസിനെ പിടിച്ചോ. ഞാൻ പോലീസാണ്. രംഗണ്ണ, ഇത് അധോലോകമല്ല, കലാലോകം. മറന്നു പോകരുത്. നീ വാ, നീ വാ, നീ വാ. കലാകാരന് വേണ്ട നാളെ എന്തൊക്കെ? സ്നേഹം, അയ്യോ, വിനയം, അയ്യോ, മര്യാദ, ഓ, നല്ല സകലശക്തി വേണം. അണ്ണ അവനെ വിടരുത്. അവനാണ് അവനെ കൂടുതൽ അടിച്ചത്. അയ്യോ അല്ലല്ലേ, ഞാൻ ഇന്നത്തെ ഗസ്റ്റ് റോളാണ്. അയ്യോ നിർത്ത്. എടാ ഗോപാലകൃഷ്ണ, മത്തായി ചേട്ടന്റെ സൗണ്ട് ആണല്ലോ. അതേടാ, ഞാൻ തന്നെ. നിങ്ങളുടെ ഈ കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ ഞാൻ ഇവിടെ ഇരുന്ന് കാണുന്നുണ്ട്. നമ്മുടെ ഉർവശി തിയേറ്റേഴ്സ് അങ്ങനെ ഇല്ലാതാകാൻ പാടില്ലേ. അതിനിപ്പോ എന്തോ ചെയ്യും? നീ എന്റെ ആ പഴയ കോസ്റ്റ്യൂം പെട്ടി ഒന്ന് എടുത്തേ. അതിലെന്തോ ഇരുന്നിട്ടാ? ആ പഴംതുണി കിട്ടിയിട്ട് ഞാൻ എന്തോ എടുക്കാനാ? ഡാ, തർക്കുത്തരം പറയാതെ ഞാൻ പറയുന്നത് ഇനിയെങ്കിലും നീ ഒന്ന് കേൾക്ക്. ഓ, ഇതാ വാസ്കോഡിഗാമ വന്നപ്പോ ഉള്ളത്.
ഇത് പഴയ അക്ബർ ചക്രവർത്തിയുടെ ഇതൊക്കെ അല്ലേ? നീ ഒന്ന് ശ്രദ്ധിച്ചു നോക്കെന്റെ ഗോപാലകൃഷ്ണ. മത്തായി ചേട്ടൻ പറഞ്ഞ് കേട്ടില്ലേ? ശ്രദ്ധിക്കൂ. ചേട്ടാ ഇത് നോക്കിയേ. അയ്യോ, നോട്ട് കെട്ട്. എന്റെ മത്തായി ചേട്ടാ, നാടകം തുടങ്ങിയ കാലം തൊട്ട് ഞാൻ മിച്ചം പിടിച്ച കാശ. തൽക്കാലം ഇതുകൊണ്ട് കടങ്ങളൊക്കെ തീർക്കെന്റെ ഗോപാലകൃഷ്ണ. നമ്മൾ സ്വപ്നം കണ്ട പോലെ ഉർവശി തിയേറ്റേഴ്സിന് മാറ്റിയെടുക്കേണ്ടത് നീയാ. സന്തോഷമായി മത്തായി ചേട്ടാ. മത്തായി ചേട്ടൻ ഞങ്ങളെ വിട്ടുപോയില്ലല്ലോ. ഈ ഉർവശി തിയേറ്റേഴ്സും നിങ്ങളും നമ്മുടെ ഈ അമ്മയും ഒക്കെ ഉള്ളപ്പോ എനിക്കങ്ങനെ പോകാൻ പറ്റുമോ? ദേ, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. കണ്ണീർ കായലിലേതോ കടലാസിന്റെ തോണി മത്തായി ചേട്ടാ, മത്തായി ചേട്ടാ. എന്റെ കരയും ദൂരെ ദൂരെ. അണ്ണ എന്തു പറ്റിയണ്ണ? അല്ലല്ലോ ഇങ്ങനെ അമ്പാടെ അവസാനം ക്ലൈമാക്സിൽ എന്നെ എല്ലാവരും കരയിപ്പിക്കും. എനിക്ക് നിങ്ങളുടെ ദുഡു ബേട. ദയവ് ചെയ്ത് ഇനി നിങ്ങൾ മത്തായി ചേട്ടനെ കഷ്ടപ്പെടുത്തരുത്. ഇനി നിങ്ങളുടെ എന്ത് പ്രോബ്ലം പരിഹരിക്കാൻ നാ ഉണ്ട്. ഇന്ന് മുതൽ നമ്മൾ ഒന്നാ. അപ്പൊ എല്ലാവരും ഹാപ്പി അല്ലേ? മത്തായി ചേട്ടാ, മത്തായി ചേട്ടാ, ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. എന്താടാ? ഇനി ഇതേപോലെ എവിടെയെങ്കിലും കാശ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ? ഒന്ന് കേറി പോടാ പിത്ത കടി. ഈശ്വര.